പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിജം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം പ്രഥമോധ്യായ. രാജോവാച സ്വയംഭുവസ്യേക ഗുരോ വംശോയം വിസ്തരൽ ശ്രുത യത്ര വിശ്വസൃജം സർഗോ മനൂനന്യൻവദസ്വന. ഈ അഷ്ടമസ്കന്ധത്തിൽ എന്താണ് മഹാപുരുഷ പുരാണങ്ങളിലെ ലക്ഷണങ്ങളിൽ ആറാമത്തേതായിട്ടുള്ള മന്വന്തര വർണ്ണനയാണ് ഈ അഷ്ടമസ്കന്ധത്തിലെ പ്രതിപാദ്യം. മന്വന്തരാണി സദ്ധർമ്മ എന്ന വാക്യപ്രകാരം ഇങ്ങനെയാണ് മന്വന്തരാധിപന്മാരുടെ ആ ധർമാനുഷ്ഠാനം പ്രതിപാദിച്ച് മനുഷ്യരെ ധാർമ്മിക ബോധം ഉള്ളവരാക്കി തീർക്കുക എന്നാണ് ഈ ഈ സ്കന്ധത്തിൻ്റെ ലക്ഷണം. ഈ സദ്ധർമാചരണം എന്താ ഉണ്ടാവുക? ദുരിത നിവൃത്തിക്കാണ് അത് ഉപകരിക്കുക. അപ്പം എന്താവും? നരകപ്രാപ്തി തീരെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഉപക്രമമായിട്ട് പരീക്ഷിത്ത് ചോദിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മർഷിയോട്, ഹേ ഗുരോ എത്ര വിശ്വസൃജാം സർഗ സ്വയംഭുവസ്യ മനോ അയം വംശ. അതായത് ഈ പ്രജാപതികളുടെ ഈ സൃഷ്ടി പരമ്പരയിൽ ഉണ്ടായില്ലേ, അതിൽ സ്വയംഭുവസ്യ മനോ സ്വയംഭുവിൻ്റെ പുത്രനായിട്ടുള്ള സ്വയംഭുവമനുവിൻ്റെ അയം വംശ, ഈ വംശം ഇവിടെ വിസ്തരിച്ച് കേൾക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ആ തൃതീയ സ്കന്ധത്തിലും ചതുർത്ഥ സ്കന്ധത്തിലും പഞ്ചമത്തിലൊക്കെ ആ സ്വയംഭൂമനുവിൻ്റെ വംശത്തിൻ്റെ കഥയെ കേട്ടത്. അന്യാൻ മനൂന്ന വദസ്വ, മറ്റുള്ള മനുക്കളെ പറ്റിയിട്ടുള്ള അവരുടെ മനുക്കളെയും അവരുടെ ചരിത്രം കൂടി അങ്ങ് പറഞ്ഞു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് രാജാവ് പറയണത്. അതായത് എന്താണ് ഈ മന്വന്തരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകല്, അതിനാണ് ഒരു കൽപ്പം എന്ന് പറയുക. ഇതിൽ 14 മന്വന്തരങ്ങൾ വരും. അപ്പോൾ 1000 ചതുർയുഗമാണ് എങ്ങനെയാണ് ഒരു ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അപ്പോൾ അതിൽ 71 ചതുർയുഗങ്ങളോളം വരും ഓരോ മനുവിൻ്റെയും കാലം. ഈ ഭാഗവത പ്രകാരം ഇങ്ങനെ ചെയ്യും. ഓരോ മന്വന്തരത്തിലും ഒരു സ്വയംഭുവ ഒരു മനു ഉണ്ടാവും, അദ്ദേഹത്തിന് ഒരു ദേവഗണം ഉണ്ടാവും, മനുപുത്രന്മാരുണ്ടാവും, ഒരു ഇന്ദ്രനുണ്ടാവും, സപ്തർഷികളുണ്ടാവും, ഭഗവാന്റെ ഒരു അംശാവതാരം ഉണ്ടാവും. ഇങ്ങനെ 6 കാര്യങ്ങൾ ഓരോ മന്വന്തരത്തിലും മാറി മാറി വരും. ഇതിന് മന്വന്തര ഷട്ട് എന്ന് പറയും. മന്വന്തരം മനുർദേവ, മനുപുത്ര സുരേശ്വര, ഋഷയോ അംശാവതാരശ്ച ഹരേ ഷഡ്വിധമുച്യതേ. ഈ 14, അതായത് ഒരു കൽപ്പത്തിൻ്റെ 14 അംശത്തിലാണ്. ഇതിൽ 14ആയി വിഭജിച്ചാൽ കിട്ടുന്ന ഒന്നാണ് ഒരു മന്വന്തരം. അത് പറഞ്ഞത് ഏകസപ്തതി സാധിക ഏകസപ്തതി, അതായത് 71 ചതുർയുഗങ്ങളാണ് ഈ ഒരു മന്വന്തരത്തിൻ്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര എത്ര ഹരേർ ജന്മ കർമാണി ച മഹീയസ ഗൃണന്തി കവയോ ബ്രഹ്മം സ്ഥാനിനോപദ ശൃണ്വതം. രാജാവ് പിന്നെയും പറയാണ്, ഹേ ബ്രഹ്മൻ കവയ മഹീയസ ഹരേ ജന്മ. അതായത് ആ ക്രാന്തദർശികളായിട്ടുള്ള ആൾക്കാർ ഏറ്റവും മഹിമ എഴുന്ന ഭഗവാന്റെ അവതാരവും കർമ്മങ്ങളും എവിടങ്ങളിലെല്ലാം വർണ്ണിക്കുന്നുണ്ടോ അതെല്ലാം എനിക്ക് കേൾക്കാൻ താല്പര്യരായിട്ടുള്ള ഞങ്ങൾക്ക് വധ പറഞ്ഞു തന്നാലെന്ന് പറയുകയാണ്. അതായത് ഇതെന്തായാലും മന്വന്തരങ്ങളുടെ കഥ പറയുമ്പോൾ ഭഗവാന്റെ മഹിമാസൂചിതങ്ങളാണ്. അതെല്ലാം കഥകൾ ധാരാളം ഉണ്ടാവും. ആ കഥകളും കൂടി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് പറയുകയാണ്. യസ്മിൻ അന്തരേ ബ്രഹ്മൻ ഭഗവൻ വിശ്വഭാവന കൃതവൻ കുരുതേ കർത്ത
ഹരീരേനാഗതേദ്യവാ. ഹേ ബ്രഹ്മൻ, ശ്രീ ശിവബ്രഹ്മൻ, ഹേ വിശ്വഭാവന ലോകനാഥനായിട്ടുള്ള ഭഗവാൻ, അതീതേ യസ്മിൻ അന്തരേ, കഴിഞ്ഞ ആ മന്വന്തരത്തിൽ യഥാ കൃതവാൻ യാതൊന്ന് ചെയ്തവനായോ, ഇപ്പോഴത്തേതിൽ യൽക്കൊരുതേ യാതൊന്ന് ചെയ്യുന്നവനാണോ, അനാഗത ഇനി വന്നു കഴിഞ്ഞിട്ടില്ലാത്തതിൽ, അതായത് വരാൻ പോകുന്ന മന്വന്തരങ്ങളിൽ യത് വാ കർത്താഹി യാതൊന്ന് ചെയ്യാനിരിക്കുന്നവനാണോ, അതെല്ലാം എനിക്ക് പറഞ്ഞു തരണം. ഋഷിരുവാച മനവോസ്മിൻ വ്യതീതാഷട്കൽപേ സ്വയംഭുവാദയാം ആദ്യസ്ഥേ കഥിതോ യത്ര ദേവാദീനാം ച സംഭവാ. ശ്രീ ശിവബ്രഹ്മർഷിയെ ഉത്തരം പറയാൻ തുടങ്ങുകയാണ്. അസ്മിൻ കൽപ്പേ, ഈ കൽപ്പത്തില് സ്വയംഭുവാദയ, സ്വയംഭുവൻ അതായത് സ്വയംഭുവമന് തുടങ്ങിയിട്ടുള്ള 6 മനുക്കള്, ഷഡ് മനവ വ്യതീത, അവരുടെ 6 മന്വന്തരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കണമെന്ന് പറയുകയാണ്. ആ മന്വന്തരങ്ങളിലൊക്കെ എത്ര ദേവാദീനാം, ദേവന്മാരുടെയും മറ്റും സംഭവ ഉത്ഭവം ഉണ്ടായോ, ആദ്യജ, ആ ആദ്യമനു ആരെന്നും എല്ലാം തേ അങ്ങക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്താണ്? ആകൂത്യാം ദേവഹൂത്യാം ച ദുഹിസ്ത്രോ തസ്യ വൈ മനോ ധർമ്മജ്ഞാനോപദേശാർത്ഥം ഭഗവാൻ പുത്രതാം ഗതാ. ആദ്യത്തെ സ്വയംഭൂമന്റെ കഥയാണ് പറയുന്നത്. ധർമ്മജ്ഞാനോപദേശാർത്ഥം, ധർമ്മവും ജ്ഞാനവും ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു തസ്യ മനോ, ആ സ്വയംഭൂമനുവിൻ്റെ ദുഹിത്രോ, പുത്രിമാരായിട്ടുള്ള ആകൂതി ദേവഹൂതി, ഇവരിലെ പുത്രതാം ഗത, പുത്രത്വയെ പ്രാപിച്ചവനായി എന്നാണ്. അപ്പൊ ദേവഹൂതിയുടെ പുത്രനായിട്ടാണ് ആരാണ്? കൃതം പുരാ ഭഗവത കപിലസ്യ അനുവർണിതം ആഖ്യാസേ ഭഗവാൻ യജ്ഞോ യച്ചകാര പുരുദ്വഹ. അതിൽ ദേവഹൂതിയുടെ പുത്രനായിട്ട് ഭഗവാൻ കപിലസ്യ കൃതം, ഭഗവാന്റെ പ്രവൃത്തി, കപിലാവാസുദേവനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാന്റെ ആ കഥകൾ ഞാൻ അങ്ങേക്ക് ഞാൻ ക്രമപ്രകാരം വർണ്ണിച്ചു തന്നു. ഭഗവാൻ ഇനി യജ്ഞൻ എന്ന് പറഞ്ഞിട്ട് ആ ആകൂതിയിലുണ്ടായിട്ടുള്ള ഭഗവാന്റെ അവതാരമായിട്ടുള്ള യജ്ഞന്റെ കഥ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളതൊക്കെ ഞാനിതാ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. വിരക്ത കാമഭോഗേഷു ശതരൂപാവതി പ്രഭു വിസജ്യ രാജ്യം തപസേ സവാര്യോവനമാവിശൽ. ഈ യജ്ഞൻ എന്നുള്ളത് ആരാന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് സ്വയംഭൂമനുവിൻ്റെ മകളായിട്ടുള്ള ആകൂതിയെ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഒരു ഇതുണ്ടായിരുന്നു. എന്താണ്? പുത്രികാധർമ്മം ആയതോടുകൂടിയിട്ട് തനിക്ക് ആ പുത്രനെ, അദ്ദേഹത്തിന് ലഭിക്കുന്ന ആകൂതിയിൽ ഉണ്ടാകുന്ന പുത്രനെ തനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ഇതാണ് കരാറുമ്പിലാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അതാണ് അപ്പോൾ ആ ആകൂതിയിലുണ്ടായിട്ടുള്ള പുത്രനാണ് ഈ യജ്ഞൻ. പക്ഷേ സ്വയംഭൂമനു തൻ്റെ പുത്രനായിട്ട് സ്വീകരിക്കാനുണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്വയംഭൂമനു എന്ത് ചെയ്തു? രാജ്യം ഭരിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പ്രഭാവശാലിയായിട്ടുള്ള അദ്ദേഹം കാമഭോഗങ്ങളിലൊക്കെ വിദഗ്ധനായിട്ട്, അനാസക്തനായിട്ട് രാജ്യം വിസരിച്ച്, രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭാര്യാസമേതനായിട്ട് തപസ്സനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി. വനം ആവിശൽ സുനന്ദായാം വർഷശതം പദൈകേന ഭുവം സ്പൃശൻ തപ്യമാനസ്തപോഘോരം ഇതമന്വാഹ ഭാരത. എന്നിട്ട് ആ കാട്ടിൽ ചെന്നിട്ട് അങ്ങനെ എന്ത് ചെയ്തു? പരീക്ഷിത്തെ ഏകേന പദ ഭുവം സ്പൃശൻ, ഒരു കാലുകൊണ്ട് മാത്രം അങ്ങനെ ഭൂമിയെ സ്പർശിച്ചുകൊണ്ട് 100 വത്സരം കാലം, വർഷശതം സുനന്ദായാം, സുനന്ദാ നദീ തീരത്ത് ഘോരം തപ്യമാന, ഘോരമായിട്ടുള്ള തപസ്സിനെ അനുഷ്ഠിച്ചുകൊണ്ട് ഇപ്രകാരം അന്വാഹ സമാധിയിൽ, ആ തപസ്സിൻ്റെ സമാധിയിൽ അദ്ദേഹത്തിന് വെളിവായത് ഇങ്ങനെ ജപിച്ചു എന്ന് പറയുകയാണ്. എന്താണ് ആ മന്ത്രം? എന്താണ്? മനുരുവാച യേന ചേതയതേ വിശ്വം വിശ്വം ചേതയതേ നയം യോ ജാഗർത്തി ശയാനേസ്മിൻ നായം തം വേദ വേദസാ. മനുവിൻ്റെ ആ സമാധിയിൽ എന്താണ് അദ്ദേഹത്തിന് വെളിപ്പെട്ടത്? യേന വിശ്വം ചേതയതേ, ആരാൽ ഈ പ്രപഞ്ചം ചൈതന്യവത്താക്കപ്പെടുന്നുവോ, യം യാതൊരാളെ വിശ്വം ന ചേതയതേ, അതേസമയത്ത് ഈ പ്രപഞ്ചം ഒരിക്കലും അദ്ദേഹത്തിനെ ചൈതന്യവത്താക്കുന്നില്ലയോ, അസ്മിൻ ഈ ലോകം നിദ്രയിൽ അമരുന്ന സമയത്ത് ആരാണോ ജാഗർത്തി ഉണർന്നിരിക്കുന്നത്, തം അദ്ദേഹത്തെ അയം ന വേദ, അദ്ദേഹത്തിന്
യഥാർത്ഥത്തിൽ ഈ ലോകരെ അറിയുന്നില്ല. അദ്ദേഹം എന്നാലോ അദ്ദേഹം ഈ ലോകത്തെ മുഴുവൻ അറിയുകയും ചെയ്യുന്നു. ആത്മാവസ്യമിതം വിശ്വം യൽകിഞ്ചിൽ ജഗത്യഞ്ജകൾ തേന ത്യക്തേന ഭുഞ്ജീതാ മാഘൃത കസ്യ സ്വിൽധനം. ഇതം വിശ്വം, ഈ വിശ്വവും, ജഗത്യാം യൽകിഞ്ചിൽ, ഈ വിശ്വത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടോ, അതായത് ചരാചര സമൂഹമുണ്ടോ, അതും ആത്മാവാസ്യം, ആത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരനാൽ അഭിവ്യാപ്തമാകുന്നു പറയണം. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ചലിക്കാത്തതല്ല, എല്ലാ വസ്തുക്കളിലും ആത്മസ്വരൂപേണ ഭഗവാൻ വസിക്കുന്നു. അങ്ങനെയുള്ള അതിനാൽ അദ്ദേഹത്താൽ ത്യക്തേന ത്യജിക്കപ്പെട്ടത് മാത്രം ഭുഞ്ജീത അനുഭവിച്ചോളൂ. കസ്യ സ്വിൽ ധനം മാകൃത, അന്യരുടെ അല്ലെങ്കിൽ മറ്റാരുടെയും ധനത്തെ നാം ഒരിക്കലും കാക്ഷിക്കാൻ പോലും പാടില്ല. യം ന പശ്യതി പശ്യന്തം ചക്ഷുര്യസ്യ നരിഷ്യതി തം ഭൂതനിലയം ദേവം സുവർണമുപധാവത. പശ്യന്തം യം ന പശ്യതി, അതായത് നമ്മളെല്ലാവരും പ്രപഞ്ചത്തിനെ മുഴുവൻ കാണുന്നവനായ യാതൊരാളെ ന പശ്യതി, നാം കണ്ടെത്തുന്നില്ലയോ. യസ്യ യാതൊരാളുടെ ചക്ഷു കാഴ്ച നരിഷ്യതി, ഒരിക്കലും ക്ഷയിക്കുന്നില്ലയോ. തം അങ്ങനെയുള്ളവനും ഭൂതനിലയം സർവചരാചരങ്ങളുടെയും അന്തര്യാമിയും ദേവനും സുവർണം നിസ്സംഗനുമായവനെ ഉപധാവത ശരണം പ്രാപിക്കൂ. യസ്യാദ്യന്തൗ മധ്യം ച സ്വപരോനാന്തരം ബഹി വിശ്വസ്യാമൂനിയൽ യസ്മാൽ വിശ്വം ച തദൃതം മഹൽ. യസ്യ ആദ്യന്തോ മധ്യം ച ന, ഏതെന്നിന് ആദിയോ അന്തമോ മധ്യമോ ഇല്ലയോ. സ്വപര ആന്തരം ബഹീന, സ്വന്തമായും അന്യനായും എന്നുള്ള ഭാവമില്ല. അതുമാതിരി ആകവും പുറവും ഇല്ലയോ. വിശ്വസ്യ, ഈ ലോകത്തിന് അമൂനി, ഇവയെല്ലാം യസ്മാ യാതൊന്നിൽ നിന്നും ഉണ്ടാവുന്നുവോ. വിശ്വം ചയൽ, ആ ലോകം പോലും യാതു തന്നെയോ. തൽ മഹൽ, ആ മഹത്തായതാണ് ഋതം എന്ന് പറയാണ്. അപ്പൊ എന്താണ് ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഋതം സത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പരബ്രഹ്മം തന്നെയാണ്. എന്താണ് ഈ പ്രപഞ്ചത്തിന് ചൈതന്യത്തെ പ്രദാനം ചെയ്യുന്നവനായിട്ടും പ്രപഞ്ചത്താൽ ചൈതന്യം പകർന്നു കൊടുക്കപ്പെടാൻ അരുതാത്തവനായിട്ടും ഈ പ്രപഞ്ചമാകെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഉണർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഈശ്വരനെ യഥാർത്ഥത്തിൽ നാം അറിയണില്ല എന്നാണ് മനു പറയുന്നത്. എന്നാലോ ഈശ്വരൻ ഇങ്ങോട്ടെല്ലാം അറിയുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചവും അതിലുള്ള സർവവും ഈശ്വരൻ്റേതാണ്. അതുകൊണ്ട് ഈശ്വരൻ കനിഞ്ഞ് തരുന്നത് മാത്രം സ്വീകരിച്ചിട്ട് ജീവിക്കണം. അന്യരുടെ ദ്രവ്യത്തിൽ ഒരിക്കലും ആശിക്കാൻ പാടില്ല. ആ ഈശ്വരൻ സർവ്വസാക്ഷിയാണെങ്കിലും നമുക്ക് അങ്ങോട്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് എന്നാലോ ഒരിക്കലും മങ്ങലേൽക്കണമില്ല. അങ്ങനെയുള്ള എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവും ആയിട്ടുള്ള ആ ദേവനെ ഉപാസിക്കൂ. ആ ദേവന് ആദി മധ്യം അന്തം ഇതൊന്നുമില്ല. ആ സ്വന്തക്കാരനായിട്ടോ ശത്രുവായിട്ടോ ആരുമില്ല, ആകവും പുറവുമില്ല. ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ്. ഈ വിശ്വം തന്നെയാണ് പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് ഭഗവാൻ എന്ന് പറയുകയാണ്. ഈ ഋതം എന്ന് പറഞ്ഞാണ് ഈ ഈശ്വരൻ തന്നെ. ഋതം എന്നാണ് ഋതം സത്യം വാ യജ്ഞം വാ എന്ന് നിരുക്തം. അതായത് ഇതെല്ലാം ഋതം സത്യം യജ്ഞം ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരേ അർത്ഥം തന്നെയാണെന്നാണ്. അതെല്ലാം എങ്ങനെയാണ്, അതൊക്കെ ഈശ്വരനെ സങ്കല്പിക്കുന്നതാണ്, ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഋതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണെന്നാണ്. ഈ മന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ഈശാവാസ്യോപനിഷത്തിലെ മന്ത്രങ്ങൾ സാമ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ മന്ത്രോപനിഷത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈശാവാസ്യത്തിനെ. സവിശ്വകായ പുരുഹൂത ഈശ സത്യസ്വയം ജ്യോതിരജ പുരാണ തത്തേശ്ച ജന്മാദ്യജയാത്മചക്ര്യാ താം വിദ്യയോദസ്യ നിരീഹ ആസ്തേ. സ്വയം ജ്യോതി, സ്വയം പ്രകാശിക്കുന്നവനും ജന്മാതിരഹിതനും പുരാണ ആദിയിലെ ഉള്ളവനും വിശ്വകായ ലോകമാവുന്ന ശരീരമുള്ളവനും പുരുഹൂത അനേകം പേരുകളോട് കൂടിയവനും സത്യസ്വരൂപനുമായിട്ടുള്ള ഈശ, ആ ഈശ്വരൻ തൻ്റെ ആത്മശക്തി സ്വരൂപമായ മായയാൽ ഈ ലോകത്തിൻ്റെ ജന്മാദി, അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ വഹിക്കുന്നു. വിദ്യയാ തൻ്റെ ആ ചിത്തമാകുന്ന ജ്ഞാനശക്തി കൊണ്ട് താം ഉദസ്യ, ആ മായയെ തള്ളിക്കളഞ്ഞിട്ട് ഈ നിരീഹനായിട്ട് നിഷ്ക്രിയനായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു.
അതാണ് അസംഗത്വം എന്നുള്ള എങ്ങനെയാണ് ഉണ്ടാവുന്നതാണ്. മായാശക്തി കൊണ്ട് മായയെ വിസ്മരിക്കയാലാണ് നമ്മൾ ഈശ്വരങ്ങൾ മുൻപറഞ്ഞുള്ള അസംഗതത്വ ശങ്കം നടത്തുക. അതായത് ഇല്ലാണ്ട് യഥാർത്ഥത്തിൽ മായ കൊണ്ട് നമ്മൾ ഭഗവാനല്ല ചെയ്യണത്, മായയിൽ മുഴുകുമ്പോൾ ഭഗവാനാ ചെയ്യണത്, യഥാർത്ഥത്തിൽ ഭഗവാനല്ല ചെയ്യണത്. അതാഗ്രേ ഋഷയകർമാണി ഈഹന്തേ കർമ്മ ഹേതവേ ഈഹമാനോ ഹി പുരുഷ പ്രായോനീഹം പ്രപദ്യതേ. ഈഹമാന പ്രവൃത്തി നിരതനായിട്ടുള്ളൊരു മനുഷ്യൻ പ്രായേണ അനീകം നിഷ്ക്രിയത്വത്തെ പ്രപദ്യതേഹി പ്രാപിക്കുന്നതാകയാൽ ഋഷിമാര് അകർമ്മഹേതു നിഷ്ക്രിയത്വത്തിനായിട്ട് പിന്നെ അഗ്രേ ആദിയിൽ കർമ്മങ്ങളെ ആചരിക്കുന്നു. ഈ ആദ്യത്തിൽ ഈ യജ്ഞപരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവസാനം കർമ്മങ്ങൾ ചെയ്ത് നിഷ്ക്രിയത്വത്തിൽ എത്തിക്കുക എന്നുള്ള പ്രവൃത്തി നിരതനായിട്ടുള്ള മനുഷ്യനെ കർമ്മങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിച്ച് നിവൃത്തി നിരതനാക്കാൻ വേണ്ടിയിട്ടാണ് യജ്ഞം പ്രകാരമുള്ള യജ്ഞരൂപമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുനിമാർ തീരുമാനിച്ചതെന്ന് പറയുകയാണ്. ഈഹതേ ഭഗവാനീശോ നഹിതത്ര വിഷജ്യതേ ആത്മലാഭേന പൂർണാർത്ഥോ നാവസീദന്തിയോനുതം നാവസീദന്തി ഏനുതം. ആത്മലാഭേന പൂർണ്ണാർത്ഥം, അതാണ് കൊണ്ട് ആത്മാരാമനായതുകൊണ്ട് അദ്ദേഹം എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച പൂർണ്ണകാമനാണ് ഭഗവാൻ, ഈശ്വരനാണ് അദ്ദേഹം. എന്നാലും അദ്ദേഹം കർമ്മം ചെയ്യുന്നു. തത്ര അതിൽ നഹി വിഷജ്യത, അത് ആ സമയത്ത് കർമ്മം ചെയ്യുന്ന സമയത്തോ അദ്ദേഹം അതിലൊട്ടും ആസക്തനും ആകുന്നില്ല. ആരാണോ തമ്മനു അദ്ദേഹത്തെ അങ്ങനെ ആ രീതിയിൽ അനുകരിക്കുന്നത് തേന അവസീതന്തി, അവര് തളരുന്നതേ ഇല്ല എന്നാണ്. അതായത് കർമ്മത്തിൽ നിസ്പൃഹന്മാരായിട്ട് ആ ഫലകാംക്ഷ കൂടാണ്ട് കർമ്മം ചെയ്യണം, ഒന്ന് ഫലം തിരിച്ച് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആവരുത്. അങ്ങനെയാണ് ഭഗവാൻ ചെയ്യണത്. ഭഗവാനെ അനുകരിച്ചുകൊണ്ട് ആരതേമാതിരി കർമ്മം ചെയ്യണോ അവർക്കും ഒരിക്കലും ശരീരത്തിലെ ഔദരത്തിന് തളർച്ച വരില്ല എന്ന് പറയുകയാണ്. തമീകമാനം നിരഹംകൃതം ബുധം നിരാശിതം പൂർണ്ണമനന്യചോദിതം നൃംശിക്ഷയന്തം നിജവർമ്മസംസ്ഥിതം പ്രഭും പ്രപദ്യേഖിലകർമ്മഭാവനം. ബുധം നിരഹംകൃതം, ഇങ്ങനെ ബോധസ്വരൂപനായിട്ടും അതുപോലെ അഹങ്കാരരഹിതനായിട്ടും പൂർണ്ണനായും നിരാശിഷം വിരക്തനായിട്ടിരിക്കെ അന്യന്റെ പ്രേരണയ്ക്ക് വിധേയനാകാതെ ഈഹമാനം കർമ്മങ്ങൾ നിർവഹിക്കുന്നവനും നിജവർമ്മ സംസ്ഥിതം തൻ്റെ മാർഗത്തിൽ സ്ഥിരനായി നിന്നുകൊണ്ട് നൃൻ മനുഷ്യരെ ശിക്ഷയന്തം പഠിപ്പിക്കുന്നവനും അഖിലധർമ്മഭാവനം സർവധർമ്മങ്ങളുടെ പ്രവർത്തകനായും ഇരിക്കുന്ന തം പ്രഭുവും ആ പ്രഭാവശാലിയായിട്ടുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പ്രപദ്യേ, അതായത് നേരത്തെ പറഞ്ഞ രണ്ട് മുതലുള്ള അർത്ഥം എന്താണ്? ഫലാപേക്ഷ ഇല്ലാണ്ട് പ്രവൃത്തി നിരതനായിട്ട് പ്രവൃത്തി ചെയ്യുന്ന ആള് എന്ത് ചെയ്യും? മെല്ലെ നൈഷ്കർമ്മ്യ അവസ്ഥയെ പ്രാപിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ അവസ്ഥ കൈവരിക്കാൻ ഋഷീശ്വരന്മാർ ആദ്യപടിയായിട്ട് ഈ കർമ്മങ്ങളൊക്കെ ആചരിക്കാൻ പറയണതെന്ന് പറയുകയാണ്. ആത്മാനന്ദത്തിലങ്ങനെ പൂർണ്ണകാമനായിട്ടുള്ള ഭഗവാനും ഈശ്വരനും ധാരാളം പ്രവൃത്തികൾക്കണം എങ്ങനെയാണ്? പക്ഷെ നിസ്പൃഹനായിട്ടാണ്. അതൊക്കെയാണ് ഭഗവാന്റെ അവതാര ലീലകൾ. ആ ഈശ്വരനെ അനുകരിക്കുന്ന ആൾക്കും ഒരിക്കലും ഈ ലൗകിക വിഷയത്തിൽ തളർച്ച വരില്ല, തൻ്റെ ആ മാർഗത്തിൽ നിന്ന് ഒരിക്കലും തെറ്റില്ല എന്ന് പറയുകയാണ്. ഈശ്വരൻ ജ്ഞാനസമ്പന്നനാണ്, അഹങ്കാരരഹിതനാണ്, പൂർണ്ണനാണ്, വിരക്തനാണ്. മറ്റൊരാളുടെ പ്രേരണയ്ക്ക് ഒരിക്കലും വശംവദനാകാണ്ട് തൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാണ്ട് മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ തരം കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ സകല ധർമ്മങ്ങളും അങ്ങനെ മനുഷ്യരിൽ എത്തിക്കുന്ന ആ മഹാപ്രഭുവായിട്ടുള്ള ആ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ആ മന്ത്രങ്ങളുടെ അർത്ഥം. അതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ അതാണ് ശ്രീശിവൻ പറഞ്ഞ ഇതി മന്ത്രോപനിരതം വ്യാഹരന്തം സമാഹിതം ദൃഷ്ട്വാസുരായാതുദാനാ ജഗ്ദുമഭ്യദ്രവൻ ക്ഷുതാ. ഇങ്ങനെ ഏകാന്ത തപസ്സിലിരുന്നിട്ട് ഏകാഗ്രതയായിട്ട് ഇങ്ങനെ ഈ വ്യാഹരന്ത് ഇങ്ങനെ ജപിക്കുന്ന ആ മനുവിനെ കണ്ടിട്ട് എന്തിന് ഈ മന്ത്രോപനിരത്ത് എന്നുള്ള ഈ സൂക്തത്തെ ജപിക്കുന്ന ആ മനുവിനെ കണ്ടിട്ട് അസുരാ യാതുദാന അസുരന്മാരും രാക്ഷസന്മാരും ക്ഷുധാ വിശപ്പ് കൊണ്ട് ജഗ്ഗതും അഭ്യർത്ഥന അവർ പേടിച്ച് പോയതിൽ അവർക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് അവർ എന്നിട്ട് സ്വയംഭൂ മനുവിനെ നേരിട്ട് ഓടി വന്നു ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. താംസ്തഥാവസിതൻവീക്ഷ്യ യജ്ഞ സർവഗതോ ഹരി രാമൈ പരിവൃതോ ദേവൈർ ഹത്വാശാസൽ ത്രിവിഷ്ടവം. തഥാ അവസിതാൻ
താൻ ദൃഷ്ട അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് സ്വയംഭൂവ മനുവിനെ ഭക്ഷിക്കാൻ വേണ്ടി വരുന്നതായിട്ട് കണ്ടിട്ട്, ഈ അസുരന്മാരെല്ലാം കൂടി ഭക്ഷിക്കാമെന്ന് കണ്ടിട്ട് സർവാന്തര്യാമിയും ശ്രീഹരി തന്നെയുമായ യജ്ഞൻ, ഈ സ്വയംഭൂമനുവിൻ്റെ പുത്രനായിട്ട് സ്വീകരിച്ചുള്ള യജ്ഞൻ ഉണ്ടല്ലോ, ഭഗവാന്റെ അവതാരമാണ്. ആ യജ്ഞൻ യാമന്മാരെന്നുള്ള ദേവന്മാരോട് കൂടിയിട്ട് ഹത്വ അവരെയൊക്കെ വധിച്ചിട്ട് ത്രിവിഷ്ടവം സ്വർഗലോകത്തെ അശാസൽ ഭരിച്ചു എന്ന് പറയുകയാണ്. ഇവർ ചതുർത്ഥത്തിൽ ഈ സ്വയംഭൂമനന്തരത്തിലെ ദേവന്മാർ തുഷിതന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ തുഷിതന്മാർ തന്നെയാണ് യാമന്മാരാണെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗവത പ്രകാരം രണ്ടാം മന്വന്തരത്തിലും ഇവർ തന്നെയാണ് ഈ തുഷിതന്മാർ തന്നെയാണ് ദേവന്മാർ രണ്ടാമത്തെ മന്വന്തരത്തിലും. സ്വാരോധിഷോ ദിരീയസ്തു മനുരഗ്നേസുതോഭവൽ ദ്യുമൽ സുഷേണരോജിഷ്മൽ പ്രമുഖാത്തസ്യ ആത്മജാ തത്രേന്ദ്രോ രോചനത്വാസീൽ ദേവാശ്ച തുഷിതാദയാ ഊർജസ്തംഭാദയ സപ്തഋഷയോ ബ്രഹ്മവാദിനാ. ഇനി രണ്ടാമത്തെ മന്വന്തരത്തിലേക്ക്, ആദ്യത്തെ മന്വന്തരത്തിലെ എല്ലാവരുടെയും പേരൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ മന്വന്തരത്തിലായിട്ടുള്ള ആരാണ്? മനു. അഗ്നേസുത സ്വാരോജിതത്വ, അതായത് അഗ്നിയുടെ പുത്രനായിട്ടുള്ള സ്വാരോജിഷ്ണനാണ് ദ്വിതീയ മനു, രണ്ടാമത്തെ മനുവായിട്ട് വന്നത്. ദ്യുമാൻ, സുഷേണൻ, രോജിഷ്മാൻ, പ്രമുഖ മുതലായവര് തസ്യ ആത്മജ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ്. ആ മന്വന്തരത്തിലെ ഇന്ദ്രതു ദേവേന്ദ്രനാകട്ടെ രോചനൻ ആസിയിലായിരുന്നു. ദേവാച ദേവന്മാർ തുഷിതാദേ, നേരത്തെ പറഞ്ഞ തുഷിതാദികൾ തന്നെയാണ്. ബ്രഹ്മവാദിന ദേവജ്ഞരായിട്ടുള്ള ഊർജസ്തംഭാദയ, ഊർജസ്തംഭൻ തുടങ്ങിയിട്ടുള്ളവരാണ് സപ്തഋഷിമാര്. ഋഷേസ്തു വേദശിര തുഷിതാനാമപത്ന്യഭൂൽ തസ്യാം യജ്ഞേ തതോ ദേവോ വിഭുരിത്യഭിവിശ്രുത. വേദശിരസ് എന്നുള്ള ഋഷിക്ക് തുഷിതാനാമ പത്നി, തുഷിത എന്നു പേരുള്ള പത്നി ഉണ്ടായിരുന്നു. തഥാ അവളിൽ അദ്ദേഹത്തിന് മഹാവിഷ്ണു തസ്യാം വിഭു എന്ന പേരിൽ പ്രസിദ്ധമായ പേരോടുകൂടി ജനിച്ചു. അതായത് ഈ തുഷിതയിൽ ഉണ്ടായിട്ടുള്ള പുത്രനാണ് ഭഗവാന്റെ അവതാര ആയിട്ട് അവിടെ വിഭു എന്നുള്ള പേരിൽ അവതരിച്ചത്. അഷ്ടാശീലി സഹസ്രാണി മുനയോ യേ ധൃതം വ്രത അന്വശിക്ഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണ. ധൃതവ്രതന്മാരായിട്ടുള്ള വ്രതനിഷ്ഠയുള്ള ചില അഷ്ടാദീതി സഹസ്രാണി 88,000 മുനയ മഹർഷിമാര് കൗമാര ബ്രഹ്മചാരിണ, കൗമാരം മുതൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്ന തസ്യ അദ്ദേഹത്തിൻ്റെ, അതായത് ഈ വിഭുവിൻ്റെ വ്രതം അന്വേഷിച്ചു, വിഭുവിൻ്റെ വ്രതത്തെ ശിഷ്യരൂപേണ അനുഷ്ഠിച്ചിട്ട് അവരെല്ലാവരും നിത്യബ്രഹ്മചാരികളായി ഭവിച്ചു എന്ന് പറയുകയാണ്. തൃതീയ ഉത്തമോ നാമ പ്രിയം വ്രതസുതോ മനു പവനസൃഞ്ജയോ യജ്ഞഹോത്രാദ്യാസ്തൽസുതാ. മൂന്നാമത്തെ മനു, രാജൻ, ഉത്തമ നാമ പ്രിയവ്രതസുത, പ്രിയവ്രതന്റെ പുത്രനായിട്ടുള്ള ഉത്തമനായിരുന്നു മൂന്നാമത്തെ മനു. പവനൻ, സൃഞ്ജയൻ, യജ്ഞഹോത്രൻ തുടങ്ങിയവരാണ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാര്. വസിഷ്ഠതനയാ സപ്തഋഷയ പ്രമദാദയാ സത്യാവേദശ്രുതാ ഭദ്രാ ദേവാ ഇന്ദ്രസ്തു സത്യജിൽ. പ്രമദാദയ, പ്രമദൻ തുടങ്ങിയിട്ടുള്ള വസിഷ്ഠന്റെ മഹർഷിമാരുടെ പുത്രന്മാരായിരുന്നു സപ്തർഷികള്. സത്യന്മാരും വേദശ്രുതന്മാരും ഭദ്രന്മാരും ദേവന്മാരായിരുന്നു. സത്യജിത്തു ഇന്ദ്ര, സത്യജിത്ത് എന്നാണ് ഇന്ദ്രന്റെ പേര്. ധർമ്മസ്യ സൂനൃതായാം തു ഭഗവാൻ പുരുഷോത്തമ സത്യസേന ഇരിഖ്യാതോ സത്യം സഹ. ഇനിയിപ്പോൾ ഇതിൽ ഭഗവാന്റെ അവതാരം എങ്ങനെയാണ്? ഭഗവാൻ പുരുഷോത്തമ മഹാവിഷ്ണു ധർമ്മസ്യ സൂനൃതായാം തു, ധർമ്മദേവന്റെ സൂനൃത എന്നുള്ള പത്നിയിൽ സത്യവ്രതൈസഹ, സത്യവ്രതന്മാരോട് കൂടിയിട്ട് സത്യസേന സത്യസേനൻ എന്ന് പ്രസിദ്ധനായിട്ട് ജാത അവതരിച്ചതാണ് ഭഗവാന്റെ അവതാരം. സോനൃതവ്രത ദുശീലാൻ അസതോ യക്ഷരാക്ഷസൻ ബോധദ്രുഹോ ഭൂതഗണം ത്വവധീൽ സത്യജിൽ സഖ. ആ സത്യസേനൻ, അതായത് ഭഗവാന്റെ അവതാരമായിട്ടുള്ള സത്യസേനൻ സത്യജിൽ സഖ, ദേവേന്ദ്രനായിട്ടുള്ള സത്യജിത്തിന്റെ സുഹൃത്തായി വർത്തിച്ചിട്ട് ആനൃതവ്രത ദുശീലൻ, നുണ പറയല്
ഒരു വ്രതമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ദുഷ്ടസ്വഭാവികളും അസത്തുക്കളും ഭൂതദ്രുഹ ജീവികളെ ദ്രോഹിക്കുന്നവരുമായ യക്ഷന്മാരെ രാക്ഷസരെ ഭൂതഗണങ്ങളെ എന്നിവരെയെല്ലാം വധിച്ചു. ചതുർത്ഥ ഉത്തമ ഭ്രാത മനുർനാംനാ ച താമസ പൃഥുജ്യോതിർ നരക്കേതു ഇത്യാദ്യ ദശതൽസുത. ഉത്തമന്റെ സഹോദരനായിട്ടുള്ള താമസൻ ആണ് നാലാമത്തെ മനു. പൃഥു, ജ്യോതി, നര, കേതു ഇത്യാദ്യ. നരൻ, കേതു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ 10 പേരാണ് ഉണ്ടായിരുന്നത് പറയുകയാണ്. ഈ ഈ താമസ മന്വന്തരത്തിലെ മനുവായിട്ടുള്ള താമസന്റെ പുത്രന്മാരായിട്ട്. സത്യകാഹരയോ വീര ദേവാസ്ത്രിശിക ഈശ്വര ജ്യോതിർധാമാദയ സപ്തർഷയ താമസേന്ദരേ. ഈ താമസ മന്വന്തരത്തില് സത്യന്മാര് ഹരികള്, അതായത് ദേവന്മാര്, വീര സത്യന്മാര്, ഹരികള്, വീരന്മാർ എന്നിവരാണ് ദേവന്മാര്. ത്രിശികനാണ് ഇന്ദ്രൻ. ജ്യോതിർധാമാദയ സപ്തർഷയ, ജ്യോതിർധാമാവ് മുതലായിട്ടുള്ള 7 പേര് സപ്തർഷികളുമായിരുന്നു. ദേവാ വൈദ്രുതയോ നാമ വിദുതേസ്തനയാ നൃപ നഷ്ടാ കാലേന യൈർവേദ വിധൃതാസ്വേന തേജസ. ഹേ രാജൻ, വിധൃതേ തനയാ വൈദ്രുതയ നാമദേവ. വിധൃതിയുടെ പുത്രന്മാരായിട്ടുള്ള വൈദ്രുതികൾ എന്നറിയപ്പെടുന്ന വേറെയും ദേവന്മാരുണ്ടായിരുന്നു എന്നാണ്. അവരെങ്ങനെയാണ്? കാലേന കാലഗതിയാൽ നഷ്ടമായി തീർന്ന വേദങ്ങൾ, സ്വേന തേജസ വിധൃത. അവരെല്ലാവരും ആ നഷ്ടപ്പെട്ടു പോയ കാലഗതി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ വേദങ്ങളെ എല്ലാവരുടെയും തങ്ങളുടെ തേജസ് കൊണ്ട് വീണ്ടും ഉദ്ധരിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ദേവന്മാരും അവർ ഇതിലുണ്ടായിരുന്നു. വൈദ്യുതന്മാരെന്ന് പറഞ്ഞുള്ള വൈദ്യുതികൾ എന്ന് പറഞ്ഞുള്ള ദേവന്മാരും ഉണ്ടായിരുന്നു ഈ താമസ മന്വന്തരത്തില്. അവിടെ ഭഗവാൻ തത്രാപി ജജ്ഞേ ഭഗവാൻ ഹരിണ്യം ഹരിമേധസ ഹരിരിത്യാഹൃതോയേന ഗജേന്ദ്രോ മോചിതോഗ്രഹൽ. ഈ മന്വന്തരത്തിൽ ഹരിമേധസ തത്രാപി ഭഗവാൻ, ആ ഭഗവാൻ എന്ത് ചെയ്തു? ഹരിമേധസ്സിനെ ഹരിണി എന്നവളിൽ ഹരി എന്ന പേരിൽ വിളിക്കപ്പെടുന്നവനായിട്ട് ആഹൃത ജനിച്ചു. ആ ഹരി എന്ത് ചെയ്തു? യാതൊരാളാൽ ഗജേന്ദ്ര ഗ്രഹാൽ മോചിത, ഗജേന്ദ്രൻ മുതലയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവനായി എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് രാജോവാച ബാദരായണ ഏതത്തെ ശ്രോതുമിച്ഛാമഹേ വയം ഹരിയഥാ ഗജപതിം ഗ്രാഹഗ്രസ്തമൂമുജൽ. അപ്പോഴേക്കും രാജാവിന് ആകാംക്ഷയായി. അങ്ങ് പറഞ്ഞില്ലേ ഹരി എന്താ ഗജേന്ദ്രനെ മോചിപ്പിച്ചു പറഞ്ഞില്ലേ, അപ്പോൾ ആ കഥ കേൾക്കണമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹേ ബാദരായണേ എന്ന് വിളിക്കുക. അതായത് ബാദരായണൻ്റെ പുത്രനായിട്ട് അതിലെ വ്യാസന്റെ പുത്രനായിട്ടുള്ള മഹർഷേ, ബാദരായണന്റെ പുത്രനായിട്ടുള്ള അതാണ് ബാദരായണി എന്ന് വിളിച്ചത്. ഗ്രാഹഗ്രസ്തം ബാദരായണി എന്നാണ് ശരിക്കും ശ്രീ ശിവബ്രഹ്മയുടെ പേര്. അപ്പം അതിൻ്റെ സംബോധനയാണ് ബാദരായണി എന്നുള്ളത്. അങ്ങനെതാണ് ആദ്യത്തിനാണ് ബാദരായണി എന്ന് വിളിച്ചിട്ട് ഗ്രാഹഗ്രസ്തം ഗജപതിം, ഇങ്ങനെ മുതല പിടിച്ചുള്ള ഗജേന്ദ്രനെ ഹരി എങ്ങനെ അമൂമുജൽ എങ്ങനെ മോചിപ്പിച്ചു എന്നുള്ളത് വയം ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് കേൾക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. തത്കഥാസു മഹൽ പുണ്യം ധന്യം സ്വസ്ത്യയനം ശുഭം യത്ര യത്രോത്തമ ശ്ലോകോ ഭഗവാൻ ഗീയതേ ഹരി. ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാൻ എത്ര ഗീയതേ ഹരി, അതായത് ഉത്തമ ശ്ലോകനായിട്ടുള്ള ശ്രീഹരി ഭഗവാൻ എവിടെയൊക്കെ അങ്ങനെ കീർത്തിക്കപ്പെടുന്നതോ പിടിക്കുന്നുണ്ടോ ആ കഥകളെല്ലാം തീർച്ചയായിട്ടും എങ്ങനെയാണ് തൽകഥാസു ഏറ്റവും മഹത്തും ധന്യമായിരിക്കും സ്വസ്തി ക്ഷേമകരവും ശുഭകരവും പുണ്യപ്രദമാണെന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങയോട് ആ കഥ വിസ്തരിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞത് പറയാണ് പരീക്ഷിത്ത്. അപ്പോൾ ആ സമയത്ത് സൂതൗവാച പരീക്ഷിദൈവം സതു ബാദരായണി പ്രായോപവിഷ്ടേന കഥാസു ചോദിത ഉവാച വിപ്രാ പ്രതിനന്ദ്യ പാർത്ഥിവം
മുദാമുനീനാം സദസി സ്മശൃണ്വതാം. ഹേ വിപ്ര, അല്ലയോ ബ്രാഹ്മണന്മാരെ. ആരാ ഇത്? സൂതന പറയണ. സൂതൻ ശൗനകാദികളോട് പറയുകയാണ്, ഇങ്ങനെ പ്രായോപവിഷ്ടേന പരീക്ഷിത കഥാസു ഏവം ചോദിത. അതായത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന ആ പരീക്ഷിത്ത് വീണ്ടും ആ കഥകളിലേക്ക് വിസ്തരിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇപ്രകാരം ചോദിക്കപ്പെട്ടവനായിട്ടുള്ള ബാദരായണി തു, ആ വ്യാസപുത്രനാകട്ടെ, മുതാ പ്രതിനന്ദ്യ, വളരെയധികം സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിനെ അഭിനന്ദിച്ചിട്ട് ശൃണ്വതാം മുനീനാം സദസി, അവിടെ കേൾക്കാനിരിക്കുന്ന ധാരാളം മഹർഷിമാരുണ്ട്, അവരുടെയൊക്കെ സദസ്സിൽ വെച്ചിട്ട് ഉവാചസ്മ, ആ കഥ അങ്ങോട്ട് പറയാൻ തുടങ്ങി എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ മന്വന്തരാനുചരിതേ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.